സഹോദരന്മാരെ, നമ്മുടെ കുഞ്ഞുമക്കളുടെ ഈശോയെ ആദ്യമായി തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ പോകുന്ന സുന്ദരസുന്ദരന്മാരുടെയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഈ മക്കളുടെ പ്രാർത്ഥനയിലൂടെ ദൈവ കൃപ ലഭിക്കുന്നതിനായി പ്രത്യേകം നിയോഗം വയ്ക്കാം. കർത്താവ് 2000 വർഷങ്ങൾക്ക് മുൻപ് സിഹിയോനൂർത്തിശാലയിൽ തന്നെ അനന്തമായ ജ്ഞാനത്തിൽ നിന്നും ലോകാവസാനത്തോളം നമ്മോട് കൂടെ വസിക്കുന്നതിന്, നമ്മുടെ ഹൃദയമാകുന്ന സക്രാരിയിൽ വസിക്കുന്നതിന് അവിടുന്ന് തന്നെ സ്വന്തം ദൈവത്വവും മനുഷ്യത്വവും ഇല്ലായ്മ ചെയ്ത് വെറും പദാർത്ഥത്തിൻ്റെ രൂപത്തിൽ അപ്പത്തിൻ്റെ സാദൃശ്യത്തിൽ നമ്മളിലേക്ക് എഴുന്നള്ളി വരുവാൻ തിരുമനസ്സായി. ഈ ഏറ്റവും വലിയ അത്ഭുതത്തിലൂടെയാണ് ലോകത്തിൽ ഇന്നും അവിടുന്ന് ജീവിക്കുന്നത്. ദിവ്യകാരുണ്യനാഥനായ യേശുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ഭോജനമായി നിത്യതയിലേക്ക് നമ്മൾ വളരുകയാണ്. ഓരോ ദിവസവും ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. ആ ഈശോയുടെ പ്രചോദനം അനുസരിച്ച് നന്മ ചെയ്യുവാൻ നമുക്ക് അവിടുന്ന് പ്രചോദനം നൽകുന്നു. കർത്താവിൻ്റെ തിരു സാന്നിധ്യം ഏറ്റവും അടുത്ത് അനുഭവിച്ചറിയുവാൻ ജീവിതത്തിൽ ആദ്യമായി ഒരുങ്ങി വന്ന കുഞ്ഞുമക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞുമക്കളുടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഈ കുടുംബത്തെയും ഇടവുകയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അതിനോടൊപ്പം നമുക്ക് ഈ ലോകമഹാമാരിയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുവാൻ, പ്രത്യേകിച്ച് നമ്മുടെ ദൈവത്തിൻ്റെ നാടായ കേരളത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അധികം കൊറോണ വൈറസ് ഉള്ളത്. നമ്മുടെയൊക്കെ അശ്രദ്ധ ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരികയാണ്. കൂടുതൽ ഈശോയുടെ അടുക്കുവാൻ ദൈവത്തിൻ്റെ ഒരു പ്രഹരമാണ്, ശിക്ഷയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും മാനസാന്തര അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നില്ല എന്നുകൂടെ ഇത് സൂചിപ്പിക്കുകയാണ്. ലോകത്തിന് മുഴുവൻ മാനസാന്തരത്തിന് വേണ്ട നിയോഗത്തിൽ, ലോകത്തിന് മുഴുവൻ പാപത്തിന് പരിഹാരമായിട്ട് ഈശോ കാൽവരിയിൽ അർപ്പിച്ച ഈ ബലി, അതാണ് യഥാർത്ഥ പരിശുദ്ധ കുർബാന. ആ കാൽവരിയിലെ ബലിയുടെയും സിഹിയോനൂർത്തിശാലയിലെ പരിശുദ്ധ കുർബാനയുടെ ബലിയുടെയും സംയുക്തമായ ഒരു അവതരണമാണ് ഈ ബലിപീഠത്തിൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുമെൻ എന്ന് ഈശോ തൻ്റെ വത്സല ശിഷ്യന്മാരുടെ വാഗ്ദാനം ചെയ്ത ആ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ടാണ് നമ്മൾ ഈ ബലി അർപ്പിക്കുന്നത്. ലോകമഹാമാരിയിൽ നിന്നും മോചനം കിട്ടുന്നതിന് വേണ്ട നിയോഗത്തിൽ കൂടി നമുക്ക് ഈ ബലി അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പെസഹ പെരുന്നാളിൽ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. കാരുണ്യവാനും സ്നേഹസമ്പന്നനുമായ ദൈവമേ, മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ അങ്ങയുടെ പ്രിയപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചതിന് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. മാമോദീസായുടെ പുതുജന്മവും നൽകുകയും പാപമോചനത്തിലൂടെ ഞങ്ങളെ അനുരഞ്ജിപ്പിക്കുകയും ചെയ്തതിന്റെ അനന്തമായ സ്നേഹത്തിന് ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങി വന്ന ജീവനോടൊപ്പമായി അങ്ങയുടെ തിരുക്കുമാന്റെ തിരുശരീരം തിരക്കും നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനോർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ലോകാവസാനത്തോളം മനുഷ്യരോടൊത്ത് ജീവിക്കുവാനും സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കുവാനും ബന്ധപ്പെട്ട ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ നൽകിയ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആത്മശരീര നൈർമല്യത്തോടെ ഈ ദൈവിക രഹസ്യങ്ങൾ പരിക്രമം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളുടെ കാര്യങ്ങളെ യോഗ്യരാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ച പിടിച്ച പുൽത്തകടികളിൽ അവിടെ എനിക്ക് വിശ്രമം നൽകുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നയിക്കുന്നു. അവിടെ തന്നെ ബലപ്പെടുത്തുകയും തന്റെ നാമത്തിന് ചേർന്ന വിധം നീതിയുടെ പാതയിലൂടെ എന്നെ നയിക്കുകയും ചെയ്യും. മരണത്തിന്റെ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടെ നിന്ന് കൂടെയുള്ളതിനാൽ ഞാനൊട്ടും ഭയപ്പെടുകയില്ല. അവിടുത്തെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പായിരുന്നു. എന്റെ ശത്രുക്കളുടെ മുൻപിൽ വെച്ച് തന്നെ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് പൂശുന്നു, എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങ് സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ യോഗ്യരാകട്ടെ. എന്നുള്ളതിനാൽ എല്ലാറ്റിന്റെയും ശ്രദ്ധാഭാഗം സ്ഥലത്തിന്റെയും നാഥായതേക്കും. ഈശോ
സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്നും ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. ഇതേപ്പറ്റി യൂതർക്കിടയിൽ തർക്കമുണ്ടായി. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് അവർ പരസ്പരം ചോദിച്ചു. ഈശോ അരുളിച്ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിൽ വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചുവെങ്കിലും അവർ മരിച്ചുപോയി. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനഹൂമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോ ഇതെല്ലാം പറഞ്ഞത്. മിശിഹായിലേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഇടവകയെ സംബന്ധിച്ച് ഉണ്ണീശോയെ ജീവിതത്തിൽ ആദ്യമായി സ്വീകരിക്കുവാൻ പോകുന്ന കുഞ്ഞുമക്കൾ പഠനമൊക്കെ കഴിഞ്ഞ് തയ്യാറെടുപ്പോടുകൂടെ നല്ല പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് തലയിൽ ചൂടി ഒരുങ്ങി വന്നിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോനാഥൻ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പരസ്യ ജീവിതത്തിൽ ഏറ്റവും ആദ്യമായിട്ട് തൻ്റെ ശ്രോതാക്കളോട് കഫർനഹൂമിലെ സിനഗോഗിൽ പള്ളിയിൽ വെച്ച് അരുളിച്ചെയ്ത വചനമാണ് നമ്മൾ ശ്രമിച്ചത്. ഈശോ അരുളിച്ചെയ്ത എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യം ജീവിക്കും. കർത്താവ് ഒരു മനുഷ്യനാണ്, അവരുടെ കൺമുൻപിൽ ഒരു പ്രവാചകൻ, അത്ഭുതങ്ങളേറെ ചെയ്യുന്നവൻ. എങ്കിലും ഈശോ തന്റെ ശരീരം രക്തം ഭക്ഷിക്കാനും പാനം ചെയ്യുവാനുമായിട്ട് നൽകുമെന്ന് കഫർനഹൂമിലെ സിനഗോഗിൽ വെച്ച് പറയുന്നു. അവിടെയുള്ള 250 പേർക്ക് അത് ഗ്രഹിക്കാൻ സാധിക്കുന്നു. നോക്കായാലും അത് എങ്ങനെയാണ് തൻ്റെ ശരീരം രക്തം ഭക്ഷിക്കാനും പാനം ചെയ്യുവാനുമായിട്ട് നൽകാൻ സാധിക്കുക? ഈശോയുടെ ശരീരം കുറിച്ച് കഷ്ണങ്ങളായി കിട്ടുന്ന കനകമ്പ് അവർക്കത് സാധിച്ചില്ല എന്ന് വചനത്തിൽ പറയുകയാണ്. അതുകൊണ്ട് അവരെ പരസ്പരം തീർപ്പെടുത്തുന്നു. ഇനി 6-ാമത്തെ 60-ാമത്തെ തിരുവചനത്തിൽ യോഹന്നാൻ ശ്ലീഹ വീണ്ടും എഴുതി വെച്ചിരിക്കുകയാണ്. ഈ വചനം കേട്ട ശിഷ്യന്മാർ പലരും പറഞ്ഞു, വചനം വളരെ കഠിനമാണ്, ഇത് ഗ്രഹിക്കാൻ ആർക്കും സാധിക്കും. ഇത് പറഞ്ഞ് അവരെ പള്ളിയിൽ നിന്ന് ഇറങ്ങി. പിന്നെ ശേഷിച്ചത് 12 ശിഷ്യന്മാർ മാത്രമാണ്. പത്രോസിനോട് കൂട്ടരോട് ഈശോ വീണ്ടും ചോദിച്ചു, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നു? പത്രോസ് പറഞ്ഞു, ഞങ്ങൾ എവിടെ പോകാനാണ്? അങ്ങനെ മിശിഹ വരാനിരിക്കുന്ന രക്ഷകൻ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈശോനാഥൻ ഈ അപ്പത്തിന്റെ ശരീരമായി മാറുന്നതിന്റെ ഈ രഹസ്യം വെളിപ്പെടുത്തുന്നതിന്റെ തലേ ദിവസം അപ്രതീക്ഷിതമായിട്ടൊന്നും പറയുകയില്ല, വളരെയേറെ അത്ഭുതങ്ങൾ അതുവരെ ചെയ്തിട്ടുണ്ട്. തലേ ദിവസം തന്നെ ശ്രമിക്കാൻ വന്നിരുന്ന 5000-ലേറെ പുരുഷന്മാർ, അവരുടെ ഭാര്യമാർ, കുഞ്ഞുമക്കൾ, ഇവരെല്ലാവരും 5 അപ്പത്തിൽ നിന്നും 2 മത്സ്യത്തിൽ നിന്നും വയറു നിറയെ ഭക്ഷണം കഴിച്ച് യേശുവിനെ രാജാവാക്കാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു അത്ഭുത സംഭവത്തിന്റെ ശേഷമാണ് യേശുനാഥൻ ഈ അത്ഭുതത്തെക്കുറിച്ച്, തൻ്റെ ശരീര രക്തത്തെക്കുറിച്ചുള്ള പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള മഹാരഹസ്യം വെളിപ്പെടുത്തുന്നത്.
കഫർനഹൂമിലെ സിനഗോഗിലാണ് ഈശോ ഈ രഹസ്യം വെളിപ്പെടുത്തി. 2007 അച്ഛനെ ഇസ്രായേലിൽ പോകാനുള്ള ഭാഗ്യം ലഭിച്ചു. ഈ കഫർനഹൂമിലെ സിനഗോഗിൻ്റെ ആ തറ മാത്രം, കുത്തും കോട്ടയും ഒക്കെ ആയിട്ടുള്ള തറ മാത്രം, ആ തറമേൽ 4 തൂണുകൾ, റൗണ്ട് ഷേപ്പിലുള്ള 4 തൂണുകൾ, അതുമാത്രമാണ് ഇപ്പോൾ ശേഷിക്കുന്നത്. മേൽപ്പുര അതെല്ലാം യുദ്ധങ്ങൾ ഒരുപാട് നടക്കുന്നതിനിടയ്ക്ക് ബോംബിട്ടോ എങ്ങനെയൊക്കെ അത് തകർന്ന് തരിപ്പണമായി. കർത്താവ് നിന്ന സ്ഥലത്തായിരിക്കും ഒരുപക്ഷെ ഞാൻ മുൻകൂട്ടി ചുംബിച്ചിട്ടുണ്ടാകുക. ആ അത്ഭുത സ്ഥലം കാണാൻ ദൈവം ഭാഗ്യൽപ്പിച്ചു. വിശ്വനാഥ് ഇങ്ങനെ ക്രമേണയായിട്ട് പരിശുദ്ധ കുർബാനയെ കുറിച്ച് അവരെ അവബോധപ്പെടുത്തി അവസാനം അന്ത്യവേളയിലാണ് ഈശോ തൻ്റെ ശരീരരക്തങ്ങൾ ഭക്ഷണപാനീയമായിട്ട് തൻ്റെ വത്സര ശിഷ്യന്മാർക്ക് പ്രദാനം ചെയ്തു. ഒടുവിലത്തെ അത്താഴവേളയിൽ പെസഹ വ്യാഴാഴ്ച സെഹിയോൻ കൂട്ടുശാലയിൽ ഇതാ ലോകത്തിൻ്റെ മുഴുവൻ ജീവന് വേണ്ടി, ലോകാവസാനത്തോളം ഈശോ നമ്മോടുകൂടി വസിക്കുന്നതിന് വേണ്ടി ദിവ്യകാരുണ്യമായി തീരുന്നത് പെസഹ വ്യാഴാഴ്ച ഒടുവിലത്തെ അത്താഴത്തമ്മയാണ്. അവിടുന്ന് ആ പെസഹ വിരുന്നിൽ അപ്പമെടുത്ത് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് എൻ്റെ ശരീരമാകും, നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുന്നു. അത്താഴ സമാപനം ഇതാ കാസയെടുത്ത് ആ കാസയിലുള്ള വീഞ്ഞു നോക്കി സ്വർഗത്തിലേക്ക് കരങ്ങളുയർത്തി ആശീർവദിച്ച് ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യം ജീവിക്കും എന്ന് കഫർനഹൂമിലെ സിനഗോഗിൽ അരുളി ചെയ്ത ആ അത്ഭുതം പെസഹ വ്യാഴാഴ്ചയാണ് സംഭവിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള പരിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ സമർപ്പണം, അർപ്പണം. ഇനി ഈശോ അരുളി ചെയ്ത ഈ അപ്പത്തിൽ ഈശോ ഉണ്ട് എന്ന് എങ്ങനെ നമുക്കറിയാൻ സാധിക്കും? പല ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് അത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അടുത്തു നിന്നെടുത്തിട്ടുള്ള മാംസമാണെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. കഞ്ചിക്കോടുള്ള ആ മകൾക്ക് തൂഴിപ്പിതാവാണ് കോട്ടയിൽ വെച്ച് പരിശുദ്ധ കുർബാന നാവിൽ ചുമടുത്തത്. ആ പരിശുദ്ധ കുർബാന അപ്പമായിരുന്നു. ആ അപ്പമായിരുന്ന പരിശുദ്ധ കുർബാന ആ മകളുടെ നാവിൽ അത് മാംസക്കട്ടിയായി. ആ മകൾക്ക് അത് ഇറക്കാൻ സാധിക്കാതെ വന്നു. അപ്പം കൊച്ചുമാത്തച്ഛനാണ് ഇറക്കിക്കോളൂ എന്ന് പറഞ്ഞ് ആ മാംസം അവൾ ഇറക്കി. ഇതൊരു അത്ഭുതമായിട്ട് ലോകത്തിൻ്റെ സാക്ഷിയായിട്ട് നമുക്കൊക്കെ കാണാവുന്ന വിധത്തിൽ അത് CD-യിൽ പകർത്തിയിരുന്നു. അത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ പരിശുദ്ധ കുർബാന അത് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരം തന്നെയാണെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു ഹൈന്ദവ സ്ത്രീ, ബ്രാഹ്മണ സ്ത്രീ ജെറുസലേം ധ്യാന മന്ദിരത്തിൽ വെള്ളിയാഴ്ചകളിൽ നമ്മുടെ പട്ടത്തച്ഛൻ്റെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. 10,000 പേരെ ആ കുർബാനയിൽ സജീവമായിട്ട് പങ്കെടുത്ത് പ്രാർത്ഥിച്ച് പാടി ഹല്ലേലൂയ പാടി. അങ്ങനെ ഈ ഹൈന്ദവ സ്ത്രീ ക്രൈസ്തവരായിട്ടുള്ള എല്ലാവരും വരിവരിയായിട്ട് പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളാനായിട്ട് പോകുന്നു. ആ മകൾ ഇങ്ങനെ നോക്കി, താവേ, എനിക്കങ്ങനെ സ്വീകരിക്കാൻ യോഗ്യതയില്ലല്ലോ, അങ്ങനെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്നു. അങ്ങനെ ആ മകൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. പാട്ടൊക്കെ പാടി കയ്യൊക്കെ കൊട്ടി അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയെ എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വേദനയില്ല. ആ മകളുടെ വായിൽ പെട്ടെന്ന് രക്തം ഇങ്ങനെ വായാലെ നാവിട്ടിട്ട് രക്തം
വായ നിറച്ചു. ഈശോ ഇറക്കിക്കോ, ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളുകയില്ല. അത് രക്തമായിട്ട് ആ മകളുടെ അനുഭവം. ഈ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അത് സത്യത്തിൽ ഈശോയുടെ ശരീര രക്തമാണെന്ന് പല സംഭവങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. പല സംഭവങ്ങളിലൂടെ അത്ഭുതകരമായിട്ടുള്ള ഈ സാക്ഷ്യം നമ്മൾ കേട്ട് കാണും. ഞാൻ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു. ഈ സത്യം നമ്മൾ മനസ്സിലാക്കുകയും യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ ഇന്ന് തയ്യാറായിട്ട് വന്നിരിക്കുന്ന കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈശോ അരുളി ചെയ്തു, പഴയ നിയമത്തിൽ പൂർവികര് ഈജിപ്തിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് റെഡ് സീ കടന്ന് പാലുതേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ 40 വർഷത്തോളം 7 ലക്ഷത്തിൽ പരം ആളുകൾ മോശയുടെയും അഹറോന്റെയും നേതൃത്വത്തിൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യും. ആദ്യത്തെ ഒരാഴ്ചയൊക്കെ അവർ പട്ടിണി കിടന്നു. ഭക്ഷണവുമില്ല, വെള്ളം എവിടുന്നെങ്കിലൊക്കെ കിട്ടും. പാറമേൽ അഹറോന്റെ വടി കൊണ്ടടിച്ച് വെള്ളം മരുവിയായിട്ട് കിട്ടി. അതുകൊണ്ടൊന്നും വിശപ്പുമാറില്ല. പട്ടിണി കിടക്കുന്ന ആ ഇസ്രായേൽ ജനം മോശയ്ക്കെതിരെ കുടിപിടിച്ചു. നീ ഞങ്ങൾ എന്തിനാണ് ഈ മരുഭൂമിയിൽ കൊണ്ടുവന്ന് കൊല്ലുകാരാണ്? പട്ടിണി കിടക്കുന്നവർക്ക് വിശന്ന് പിരിഞ്ഞപ്പോൾ മോശ ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു, നീ എന്തിനാണ് എന്നെ ഈ മനുഷ്യരുടെ ചീത്ത കേൾക്കാൻ, തെറി കേൾക്കാൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു? ഇവര് പറയുന്നത് കേട്ടില്ലേ? പട്ടിണി കിടക്കുമ്പോൾ ആരായാലും പറഞ്ഞു ഇവർക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും യഹോവ ചെയ്തു, അവർക്ക് എല്ലാവർക്കും ഞാൻ ഭക്ഷണം നൽകും, വയറുനിറയെ ഭക്ഷണം നൽകും. അങ്ങനെ അത്ഭുതകരമായിട്ട് ഓരോ പ്രഭാതത്തിലും ആ മലകളിൽ മന്ന പൊഴിച്ചു. ആ മന്നയിൽ നിന്നും ഒരാൾക്ക് രോമർ, ഒരു ഒഴി, അങ്ങനെയുള്ള ഒരു പാത്രം. ആ പാത്രത്തിൽ ഓരോരുത്തർക്കും കണക്കനുസരിച്ചെടുക്കാം. ചില മുനിയന്മാർ കുറെ അധികം കൊട്ടയിലിട്ടിട്ട് കൊണ്ടുവന്നു. ഒരു ഓമറാണ് ഒരാൾക്കുള്ള റേഷൻ. അതിൽ കൂടുതലെടുത്തതൊക്കെ ചീഞ്ഞ് കൊഴുവന്നു. അവരുടെ വിശപ്പടക്കാനുള്ള ഭക്ഷണം 40 കൊല്ലത്തോളം സ്വർഗത്തിൽ നിന്ന് മന്ന യഹോവ നൽകി. വീണ്ടും മന്നായെ പറ്റി ഈശോ പറയുകയാണ്, പൂർവികരെ പഴയ നിയമത്തിലെ മന്ന ഭക്ഷിച്ചു. അത് സ്വർഗത്തിൽ നിന്ന് വന്ന അപ്പമാണ്. ആ അപ്പം ഭക്ഷിച്ചെങ്കിലും മന്ന ഭക്ഷിച്ചവരൊക്കെ മരിച്ചുപോയി. അതുപോലെയല്ല ഈ പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്നവർ, ദിവ്യകാരന്റെ യേശുവയെ ഉൾക്കൊള്ളുന്നവര് നിത്യജീവിക്കും. എന്താണ് മന്ന കഴിച്ചവർ മരിച്ചു പോകുമെന്നും പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്നവർ നിത്യജീവിക്കുമെന്നും ഈശോ അരുളിച്ചത്. മന്നായും പരിശുദ്ധ കുർബാനയുമായിട്ടുള്ള വ്യത്യാസം വിശ്വനാഥൻ അരുളി ചെയ്ത ഈ വചനത്തിൽ അത് വളരെ വ്യക്തമാണ്. മന്ന എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിന് ശരീരത്തിലുള്ള വിശപ്പടക്കാനുള്ള ഭക്ഷണമാണ്. ഇത് ശരീരത്തിലുള്ള ഭക്ഷണം. അത് ആത്മാവിനെ നിത്യജീവിപ്പിക്കുന്ന ഭക്ഷണമല്ല, വിശപ്പടക്കാനുള്ള. അവർക്ക് നടന്ന് പോകുമ്പോൾ വരണ്ടു വീണ് മരിക്കാതെ വിശപ്പ് മാറാൻ ഭക്ഷണം നൽകുന്നു. ആ മന്ന ഭക്ഷിച്ചത് അവരുടെ ഉദരത്തിലേക്ക് കടന്നു ചെന്ന് വിസർജിക്കപ്പെടും. അത് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നതല്ല. നമ്മുടെ ചോറും കറിയും പോലെ അവർക്ക് വിശപ്പടക്കാനുള്ള ഭക്ഷണമായിരുന്നു മന്ന. സ്വർഗത്തിൽ നിന്ന് ദൈവം നൽകിയതാണ്. എങ്കിലും അത് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നതല്ല എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഈ പരിശുദ്ധ കുർബാന ഈശോയുടെ ശരീരമാണ്, ഈശോയുടെ രക്തമാണ്. ഈ ശരീര രക്തങ്ങൾ ഉൾക്കൊള്ളുന്നവർ നിത്യം ജീവിക്കും. അതാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുവാനാണ് ഇന്ന് ഈ കുഞ്ഞുമക്കൾ ഒരുങ്ങുന്നത്. ഇനി ഈ അപ്പത്തിൽ ഈശോ ഉണ്ട് എന്ന് വിശുദ്ധ അന്തോണീസ് പുണ്യവാന്റെ ജീവചരിത്രത്തിൽ ഒരു സ്വപ്നം പറയുന്നു. ബോൺവില എന്ന് പറയുന്ന 22കാരനായിട്ടുള്ള ഒരു യഹൂദൻ യുവാവ് വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അന്തോണീച്ചനോട് പറഞ്ഞു, ഈ പരിശുദ്ധ കുർബാന തട്ടിപ്പാണ്, അത് അച്ഛന്മാരുടെ കണ്ടുപിടുത്തമാണ്.
അതിൽ ഈശോ എന്നുമില്ല. അതോടൊച്ചനുമായിട്ടൊരു കറ്റ് ചെയ്തു. വിശന്നു പൊരിയുന്ന ഒരാഴ്ച പട്ടിണി കേട്ട കഴുതലയെ കൊണ്ടുവന്നു. അച്ഛൻ പറഞ്ഞില്ല, ഞാൻ പരിശുദ്ധ കുർബാന കഴുതയുടെ മുന്നിൽ എഴുന്നള്ളിച്ച് കാണിക്കും. ഈ വിവേകബുദ്ധിയില്ല. വിശന്നു പൊരിയുന്ന കഴുത പരിശുദ്ധ കുർബാനയുടെ മുൻപാകെ മുട്ടുകുത്തിയാൽ നീ ഈശോക്കുണ്ട് എന്ന് വിശ്വസിക്കും. ആത്മാവില പറഞ്ഞത് നീ നാസ്തികനാണ്, ദൈവമില്ല എന്ന് പറയുന്നത്. അത് ഞാൻ വിശ്വസിക്കാം. ആ ബെറ്റിന്റെ സമയമായി 10,000 പള്ളിയിൽ തടുത്തുകൂടി ഒരാഴ്ചക്കാലം അന്തോണിയച്ചൻ പരിശുദ്ധ കുർബാനയുടെ മുൻപാകെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഉണ്ണീശോയെ സമയമായപ്പോൾ അരുളിക്കയിലെ ഉണ്ണീശോയെ എത്തി ആ നടപ്പുറയിലേക്ക് കൊണ്ടു. കഴുതിയെ മോൾവില കൊണ്ടുവന്നു. അതിന് തീറ്റിയിട്ട് കൊടുത്തു. തീറ്റ കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, തിന്നടാ കഴുതേ. കഴുത ഓടി വന്ന് ആ പരിശുദ്ധ കുർബാനയുടെ മുൻപാകെ മുട്ടുകുത്തി ആരാധിച്ചു. കണ്ടു നിന്നവരെല്ലാം ഉറക്കെ നിലവിളിച്ചു. മോഹൻവിലൊക്കെ കവിഴ്ന്നു വീണു. അവന് മനസ്തരിച്ചു. പ്രിയ സഹോദരങ്ങളെ, പുണ്യവാന്റെ ജീവചരിത്രത്തിൽ അത്ഭുത പ്രവർത്തനായ പുണ്യവാന്റെ ജീവചരിത്രത്തിൽ ഒരു ഈശോ ഈ അബദ്ധം കൊണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുവാൻ ഒരത്ഭുതം ഈശോ കാണിച്ചതാണ്. നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം, ഈ പരിശുദ്ധ കുർബാന നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്നു, നമ്മുടെ ആത്മീയ ഭോജനമായി വരുന്നു, നമ്മുടെ ആത്മാവിനെ ശക്തി നൽകുന്നു. സത്യത്തിലും നീതിയിലും ജീവിക്കുവാൻ ആ പരിശുദ്ധ കുർബാന നമ്മെ ശക്തിക്കുന്നു. ഈ കുഞ്ഞുമക്കൾ ഇന്ന് പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്നതോടുകൂടി ആത്മാവിനെ സ്വീകരിക്കാൻ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കൂടെ വന്നിരിക്കുക. രണ്ടുപേരും സ്ഥൈര്യലേഖനം സ്വീകരിക്കുന്നില്ലേ? എന്താണോ സ്വീകരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആ സ്ഥൈര്യലേഖനം കൂതാശ, ഈശോ സ്ഥാപിച്ച കൂതാശ ബദരിയായിലെ സ്വർഗാരോഹണ നിമിഷത്തിൽ സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുന്നപ്പോൾ ശിഷ്യന്മാരോട് സ്വരളിച്ചത്, നിങ്ങൾ പട്ടണം വിട്ടെന്ന് പോകരുത്. നിങ്ങൾക്ക് ഞാൻ പിതാവായ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവനയച്ചു തരും. ബന്ധപ്പെട്ട തിരുനാൾ ദിവസം സയ്യ ഊട്ടുശാലി ഇവിടെ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച, ലാസ്റ്റ് സഫർ അർപ്പിച്ച ആ സയ്യ ഊട്ടുശാലി അമ്മയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ശിഷ്യന്മാരുടെയും അമ്മയുടെയും മേൽ ആകാശത്തു നിന്ന് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു. അവരിരുന്ന കെട്ടിടം ആളി കത്താൻ തുടങ്ങി. ജനങ്ങളെല്ലാം അടിച്ചുകൂടി. അപ്പോഴാ ആ മുറിയിലേക്ക് തീനാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ആ ശിഷ്യന്മാരുടെയും അമ്മയുടെയും തലയിലും തീനാവിനെ വന്നിറങ്ങി അവരിൽ ആത്മാവ് നിവസിച്ചു. ഈ പെന്തക്കോസ്ത് തിരുനാൾ ദിവസം സ്ത്രീയന്മാരുടെയും അമ്മയുടെയും മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ആ പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായി സ്വീകരിക്കുന്ന കൂദാശയാണ് സ്ഥൈര്യലേഖനം എന്ന കൂദാശ. ആ കൂദാശയിലൂടെ നമുക്ക് ലഭിക്കുന്നത് അന്നേ ദിവസം പത്രോസ് ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ആയിരങ്ങളുടെ മുൻപാകെ യേശുവിനെ കുറിച്ച് 5-6 മണിക്കൂർ സധൈര്യം ഉറക്കെ വാവിട്ട് അവിടുന്ന് സംസാരിച്ചപ്പോൾ 3000 പേര് ഒറ്റ പ്രഭാഷണത്തിലൂടെ സഭയിൽ അംഗങ്ങളായി മാമോദീസ സ്വീകരിച്ചു. പ്രിയ സഹോദരങ്ങളെ, ബന്ധപ്പെടുത്തായിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളിൽ എഴുന്നള്ളി വന്ന ആ അത്ഭുതം നമ്മളിൽ അത് പ്രവർത്തിക്കുമ്പോൾ വചനം അനുഭവിക്കുവാൻ, യേശുവിൻ്റെ സാക്ഷികളാകുവാൻ, ഈശോയെ ശിഷ്യന്മാരായി തീരുവാൻ ദൈവം നൽകുകയാണ്. ഈ 2 മക്കൾക്കും ഇന്ന് ആ ആത്മാവിൻ്റെ അഭിഷേകമുണ്ടാകുന്നതിന് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതാണ് ആദ്യത്തെ ശുശ്രൂഷ. നമുക്ക് ഭക്തിപൂർവ്വം ഈ പരിശുദ്ധ കുർബാന ഓർക്കുന്ന കുഞ്ഞുമക്കൾക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥന പൂർവ്വത്തിൽ കർമ്മത്തിൽ പങ്കെടുക്കുക. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടുകൂടി നിന്ന് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ എന്നപേക്ഷിക്കാം. മാമോദീസായിലൂടെ ദൈവമക്കളായി തീർന്ന് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്കായി കാത്തിരിക്കുന്ന ഈ ദാസർക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാൻ, എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ശക്തരാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ സുഖത്തിൽ നൽകിയ ആത്മാവും എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തപാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യരക്ഷ പ്രാപിക്കും എന്നരുളി ചെയ്ത കർത്താവേ, നിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് നിത്യജീവിതത്തിന് യോഗ്യരാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ ചെയ്തത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും എന്നരുളി ചെയ്ത കർത്താവേ, ഈ ബലിയിൽ പങ്കുചേർന്ന് നിന്റെ രക്ഷാകര സ്നേഹം നിരന്തരം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനായിരിക്കും സുവിശേഷം കൊണ്ട് ദൈവമേ, ഈ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിൽ വർഷിക്കണമെങ്കിൽ ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷകരാകട്ടെ. മിശിഹായുടെ തിരുശരീരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളർന്ന് സഭാപാത്രത്തെ കെട്ടിപ്പടുക്കുന്നവരാകട്ടെ. നിത്യപിതാവുന്നതും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനിലേക്കും സ്ഥലത്തിന്റെ നാഥാരിയും തന്നെ അനുഗ്രഹത്തിന് തങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയട്ടെ. കുഞ്ഞുമക്കൾ ഓർക്കനെ, ഞാൻ ആഗ്രഹിക്കുന്നു എന്ന ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയുക. പിന്നീട് വിശ്വാസ പ്രമാണം ചെല്ലുകയാണ്. ആ വിശ്വാസ പ്രമാണത്തിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഉറക്കനെ പറയും. ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ മാമോദീസ വഴിയാണ് തിരുസഭയിലേക്ക് പ്രവേശിച്ചത്, സ്വർഗത്തിന് അവകാശികളായി തീർന്നത്. നിങ്ങളുടെ മാമോദീസ ദിവസവും നിങ്ങളുടെ തലത്തൊട്ടമ്മയും നിങ്ങൾക്ക് വേണ്ടി വിശ്വാസ സത്യങ്ങൾ ഏറ്റു പറഞ്ഞു. ഇന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ഈശോയുടെ തിരുശരീരങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ കത്തോലിക്ക സഭയുടെ വിശ്വാസ രഹസ്യങ്ങൾ ഏറ്റു പറയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? സർവ്വത്തിനും പിതാവും ദൃശ്യവും അദൃശ്യമായ സകലത്തിന്റെയും ശ്രേഷ്ഠമായ ഏകദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുൻപുള്ള ആദ്യജാതനെല്ലാം മുമ്പ് പിതാവിന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായി ശിക്ഷാൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം പിതാവിനോടുകൂടെ സത്യമാകുന്നുവെന്നും അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവിടുന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് ഇവിടെ സഹിക്കുകയും ദൈവമായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് കാത്തിരിക്കുന്നുവെന്ന് മരിച്ചെന്നും ജീവിക്കുന്നവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാത്മാവുമായ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഏകവും പരിശുദ്ധവും സ്ലൈംഗികവും സാർവത്രികവുമായ സഭയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പാപമോചനത്തിനുള്ള മാമോദീസായ ശരീരത്തിൽ ഉയർത്തും നിത്യായുസ്സും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങളേക്ക് പറഞ്ഞ ഈ വിശ്വാസത്വമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ചോദ്യത്തിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിന് പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹാന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനായ അവരെ ശക്തിപ്പെടുത്തി അങ്ങയുടെ അനന്ത കാര്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹാന്മാരുടെയും മുൻഗാമികളുടെയും കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളിൽ നിന്ന് സഭയിൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ദിവ്യദാനങ്ങൾ അങ്ങയുടെ ഈ കുഞ്ഞു മക്കൾക്ക് നൽകുന്നതിന് എളിയവനായി എന്നെ യോഗ്യനാക്കണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വരനിലേക്കും മാമോദീസാരകത്തിൽ തീർന്നു മിശിഹായുടെ മോദി ശരീരത്തിൽ അംഗത്വവും നിത്യജീവനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ കുഞ്ഞുമക്കളെ പൂരിതരാക്കണമേ. ആ പിതാവെ അങ്ങേ വിളിക്കുവാൻ പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയും കുഞ്ഞുമക്കൾക്ക് നൽകണമേ. കൈവെപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളികൾ തിരുസഭയുടെ വിശ്വാസദാസനുമായി ജീവിക്കുവാൻ ഈ മക്കളെ ശക്തരാക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനം ക്ഷമയും ദയയും നന്മയും ശക്തിയും സൗമ്യതയും ആത്മസംയമനവും ഈ മക്കളിൽ നിറയുമാറാകട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ കുഞ്ഞുമക്കൾക്കിടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവും സ്തുതിയും പുകഴ്ചയും ആരാധന സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
മാമോദീസ സ്വീകരിച്ച ജോസഫ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസ സ്വീകരിച്ച ജോർജ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Glory, glory.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പുരോഹിതന്മാർ, ശുശ്രൂഷികളുടെയും ബ്രഹ്മചാരികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മയനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാവരുടെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും സ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലിയിൽ നമുക്ക് സഹായത്തിന് രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പിഴക്കന്റെ ശരീരത്തിലെത്താവുന്ന ജീവരാശികളെ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങൾ കന്യാദരങ്ങൾ തലയുകരാക്കി നിങ്ങൾ നൽകിയ ദാനത്തിന് സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മ ജീവാനികളെ ചിന്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധന സമർപ്പിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും സ്തുതിയോടുകൂടെ കർത്താവിന് നന്ദി പറയുകയും അവർക്ക് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവുകൊണ്ട് ഇവിടെ രക്ഷപ്പെടുന്നവരെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാസ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാനസം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്നു കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സമൂഹത്തിലേക്ക് വരുത്തി നിശബ്ദരായ ഏകാഗ്രതയുടെ വൃത്തിയോടുകൂടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധരും രോഗികളുമായി തുറന്നന്മാരും സർവന്മാരും ചേർന്ന നാഥനായ
അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ നെജ്ജത സമർപ്പിക്കുന്നതിൽ നിറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദസ്സിനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ഉടനെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകമുള്ള മധ്യമായ അപ്പമോടും മധ്യമായ ശരീരത്തോടുകൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് യാതായ നിയമത്തിൽ ഭിന്നരായ രക്ഷണിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. പരിശോധനയിലും മർമ്മപ്രധാനമായ ഉദാസനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോ സ്വർഗം തുറന്ന് മാലാഖമാരുടെ കൂടെ ബലിപീഠത്തിലേക്ക് എഴുന്നള്ളി വരുന്ന മനോഹരമായ ദൃശ്യന്മാർ ദർശനം കൊണ്ട് ബദ്ധാതർമ്മം നമുക്ക് ഈ ഉദാസനത്തിൽ അങ്ങേ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ലഭിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ ആശ്രയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടി എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത്
നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങ് ദൈവിക ജീവനെ ഞങ്ങളെ കൊണ്ടുവരാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അർത്ഥപരിച്ചമായി ഞങ്ങളെ സമർപ്പിക്കുകയും ഞങ്ങളെ ജീവിക്കുകയും ചെയ്തു. ഭാവികളാ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് ശുദ്ധീകരിച്ച് ഞങ്ങളുടെ വൃത്തിക്ക് പ്രകാശം നൽകുകയും ഞങ്ങളുടെ ശത്രുക്കളെ പരാജയത്തിലാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതികളെ സമർത്ഥമായി ഹൃദയത്താൽ തോന്നിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾക്ക് സ്തുതിയും ബഹുമാനവും ചതിയും ആരാധനയും എപ്പോഴും എപ്പോഴും എന്നേക്കും. ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർപ്പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങൾ സഭശ്രേഷ്ഠനായ മാർശ്രേഷ്ഠനായ്ക്ക് വേണ്ടിയും ഞങ്ങൾ അധ്യക്ഷനായ മാർപ്പിതാവിന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ ഭാര്യമാരും സാക്ഷ്യങ്ങളും ബഹുമാനത്തിന് വേണ്ടിയുമായി ദർശനത്തിൽ പ്രചരകമായി പ്രവർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാർക്ക് വേണ്ടിയും ഇടകന്റെ പ്രത്യാശ പൂർണ്ണത്തിരിക്കുന്ന ഈ ദൈവജനത്തിന്റെ വേണ്ടിയും എളിയവനായ ദാസന് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങനെ വിശുദ്ധന് ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമാജനത്തിൽ ദൈവമാതാവിനെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ വർണ്ണനയും സമൃദ്ധമായി സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ ശാന്തി സമാധാനം ഞങ്ങൾക്ക് നൽകണമെന്ന് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും എന്റെ പ്രിയപുത്രനായ ഈശോവെന്നും വാക്കുകളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവിനെ മനുഷ്യാവുന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ സ്നേഹന്മാരും സാക്ഷിമാർ പരന്മാർ പുത്രന്മാർ പുരോഹിതന്മാർ എന്നിവർക്കും പരിശുദ്ധാത്മാക്കളും എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെ വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചു തന്നുവെന്നും എല്ലാ മനുഷ്യന്മാരുടെ കർത്താവേ, എളിവരും ബലഹീനരും ആഗ്രഹം ദാസനും നൽകി മാത്രമേ പരമ്പരാഗതമായി സ്വീകരിച്ച് ഞങ്ങൾ നമ്മൾ ഒരുമിച്ച് കൂടി കൊടുത്തിട്ട് സന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാമരക്ഷകമായ അനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദാഹരണത്തിന്റെയും മാന്യവും വൈകല്യവും പരിശുദ്ധവും ജീവിതമായി ലഭിക്കുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നു. ആശീർവദിക്കുകയും ഭക്തരീകരിക്കേണ്ടത് ഞങ്ങളുടെ കടങ്ങൾ പ്രവർത്തിക്കും പാപമോചനത്തിനും മരിച്ചവരുടെ പ്രീതിപ്പെടുത്തൽ സജീവവും പരിശുദ്ധവും ജീവിതം എപ്പോഴും എപ്പോഴും നയിക്കും. കാലത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അയോഗ്യരാകുന്നെങ്കിലും ശുദ്ധവും പരിശുദ്ധവും ജീവിതം ലഭിക്കുവാൻ രസത്തിലേക്ക് അങ്ങനെ കാരണം ഞങ്ങൾ എടുക്കും. ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതമായപ്പം സ്വർഗത്തിൽ നിന്നറിയുന്നു, ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കയില്ല, പ്രത്യതാപാമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. Thank you.
ഒരിക്കലും
ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും കൂടെ ഓർക്കണം ചെയ്യാം. ഞങ്ങളുടെ കർത്താവേ, കടങ്ങളുടെ പ്രതിക്കായി വിശുദ്ധ കുർബാന സ്വീകരിച്ച ഞങ്ങളുടെ കൈകളെ ശക്തമാക്കണമേ. ദൈവമായ അങ്ങേക്ക് എല്ലാ ദിവസവും സത്ഫലങ്ങൾ സമർപ്പിക്കുവാൻ അവയെ യോഗ്യമാക്കണമേ. വിശുദ്ധ സ്ഥലത്ത് കീർത്തനം പാടിയ ഞങ്ങളുടെ ആദരങ്ങളെ സ്വർഗത്തിൽ അങ്ങേ സ്തുതിക്കുവാൻ അർഹമാക്കണമേ. അങ്ങേ സ്തുതികൾ കേട്ട കാതുകൾ ശിക്ഷാവിധിയുടെ സ്വരം കേൾക്കാതിരിക്കട്ടെ. അങ്ങേ അളവറ്റ കാരുണ്യം കണ്ട കണ്ണുകൾക്ക് അങ്ങേ അനുഗ്രഹദായകമായ പ്രത്യാഗമനം കാണുവാൻ ഇടയാവട്ടെ. അങ്ങേ പരിശുദ്ധൻ എന്ന് പാടി പുകഴ്ത്തിയ നാവുകളെ സത്യം പറയുവാൻ സന്നദ്ധമാക്കണമേ. ദേവാലയത്തിൽ സഞ്ചരിച്ച പാദങ്ങൾക്ക് പ്രകാശത്തിന്റെ സ്ഥലത്ത് സഞ്ചരിക്കുവാൻ ഇടയാവട്ടെ. അങ്ങേ സജീവമായ ശരീരം ഉൾക്കൊണ്ട ഞങ്ങളുടെ ശരീരങ്ങൾക്ക് നവജീവൻ പ്രദാനം ചെയ്യണമേ. അങ്ങയെ ആരാധിച്ച ഞങ്ങളുടെ സമൂഹത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാക്കണമേ. അങ്ങേ അനന്തമായ സ്നേഹം ഞങ്ങളുടെ എന്നും നിലനിൽക്കട്ടെ. അങ്ങേക്ക് സ്തുതികൾ സമർപ്പിക്കുവാൻ ആ സ്നേഹത്തിൽ ഞങ്ങൾ വളരുകയും ചെയ്യട്ടെ. ഞങ്ങളെ ഏവരുടെയും യാചനകൾക്ക് അങ്ങേ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷ അങ്ങേ സന്നദ്ധയിൽ സ്വീകാര്യമാവുകയും ചെയ്യട്ടെ. ആമേൻ. മലേശ്വരയുടെ തിരുനാമത്തിൽ ഈ മക്കൾ ഉപയോഗിക്കാൻ പോകുന്ന ഈ ബൈബിളിലെയും അമ്മയുടെയും ഉത്തരീയത്തെയും കൊന്തയെയും ആശീർവദിക്കണമേ. ജപമാലയിലൂടെ ഈശോയിലേക്ക് അടുക്കുവാൻ ഈ കൊന്തകളെ ലോകത്തിൻ്റെ രക്ഷയ്ക്കായി അമ്മ തന്നെ വിശുദ്ധ ഡൊമിനിക്കിന് പ്രദാനം ചെയ്ത ഈ കൊന്ത യേശുവിൻ്റെ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും മഹിമയുടെയും ദിവരസ്യങ്ങൾ ധ്യാനിച്ച് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ കാരണമാക്കണമേ. ഇപ്പോഴും പരിശുദ്ധാത്മാവിന്റെ പ്രഭാവത്താൽ സുസ്ഥിരവും പരിശുദ്ധവും ജീവനായും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സ്വീകരിച്ച് ഇവയെ കൊണ്ടുകൊള്ളുവാൻ യോഗ്യരായ ഭക്തരാകും. ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതി കൃതജ്ഞതയും സമർപ്പിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പിതാവായ ദൈവമേ, അങ്ങയോട് ചോദിക്കുന്നവർക്കാൽ പരിശുദ്ധാത്മാവ് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് ഈ കുഞ്ഞുങ്ങളിൽ അങ്ങ് ഈ വാഗ്ദാനം നിറവേറ്റിയിരിക്കുന്നുവല്ലോ. അങ്ങയുടെ മക്കളെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സമ്പന്നരും വിഷയപ്പെട്ട അവകാശികളുമാക്കിയാണ് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ ജീവനുള്ള ആലയങ്ങളായി തീർന്ന് ഈ മക്കൾ സത്യത്തിലും ആത്മാവിനും അങ്ങയെ പക്വപ്പെടുത്താൻ അനുഗ്രഹിക്കണമേ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവ് സർവേശ്വരാനേക്കും. പരിസകന്യാമലയത്തിന്റെമാരുടെ ഞങ്ങളുടെ പിതാമാത്മാ സ്നേഹയുടെ മേൽസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയുടെ വാഴ്ത്തപ്പെട്ടവരുടെയും ഈ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥയായ പരിസകന്യാമലയത്തിന്റെയും പ്രാർത്ഥനാ കൃത്യക്രമത്തിലേക്ക് വളരുവാൻ മക്കളെ സഹായിക്കുമാറാകട്ടെ. ഈ കുഞ്ഞുങ്ങളുടെ നാമത്തിന് കാരണമായ സ്വർഗീയ മധ്യസ്ഥരുടെ അപേക്ഷ ജീവിതയാത്രകൾക്കെന്നും തുണയായിരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവ് രക്ഷകരമായ വിഷയായ ശരീരം രക്തം നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് ഞങ്ങളെ അർഹരാജ്യത്തിലും വചനത്തിലും പ്രവർത്തനം ശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമാത്മ അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സ്വർഗവാസികളും ഉപവാസികളോടും കൂടി ഒന്ന് ചേർന്ന് അവിടുത്തെ നന്ദവരദാനങ്ങളും അംഗീകരിക്കുന്ന കാലത്തിന്റെ നാഥാന്വേക്കും മാമോദീസായുടെ ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മെ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെട്ടവരാകട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നന്നായി
എന്നും അവിടുത്തെ തിരുവിഷ്ടം നിറവേറ്റുന്നവരും സുവിശേഷത്തിന് സാക്ഷി വഹിക്കുന്നവരുമായ പടയാളികളായി തീരട്ടെ. നിങ്ങൾ സ്വീകരിച്ച തിരുശരീരത്തിന്റെ രക്തവും പാപങ്ങളും മോചനത്തിന് നിത്യജീവനും കാരണമാകട്ടെ. കണ്ണുകാണില്ലാത്ത കാതുകളില്ലാത്ത ഹൃദയം ശ്രദ്ധിച്ചിട്ടില്ലാത്തതുമായ സ്വർഗഭാഗ്യത്തിന് അവകാശമായി തീരുന്നതുവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസം പരീക്ഷയുടെ ബലവും നൽകിയവിടുന്ന് നമ്മെ സംരക്ഷിക്കട്ടെ. തിരുസഭയുടെ കൂട്ടായ്മയിലേക്ക് ഇന്ന് പ്രവേശിച്ച കുഞ്ഞു മക്കൾ ഈശോയിലുള്ള വിശ്വാസത്തിലേക്ക് ഇവരെ നയിച്ചവർക്ക് ഇവരുടെ ഈ മാതാപിതാക്കളെയും ഗ്രാൻഡ്ഫാദറിനെയും ഇന്നത്തെ തിരുകർമ്മത്തിൽ പങ്കെടുത്താൽ മറ്റെല്ലാവരെയും ദൈവസൗഹൃദമായി ഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ സമർപ്പിതർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോയെ ദാസരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ഓർമ്മപ്പെടുത്തുന്ന കരങ്ങളെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുത്താൽ അറിയുന്നവരുടെ നാമങ്ങളെ നിർമ്മലമായി നടത്തുകൊള്ളണമേ. മഹാനിയെ പ്രദർശിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ അകറ്റുകയും വിശുദ്ധമായി കാത്തുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ പല സമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവിടെ ശുശ്രൂഷ ലഭിക്കുന്നവർ വിശ്വാസവും പരത്തിനും ഭാഗ്യത്തിന് ഗുണമായി തീരട്ടെ. അങ്ങയുടെ ഉണ്ടായിരിക്കാനും വചനം പ്രഘോഷിക്കാനും എന്തിൽ നിലനിർത്താനും അവർ സദാവസ്ഥരാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വിദ്യകളെയും സന്യാസിമാരെയും ലോകരക്ഷകനായ ഈശോയെ, വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വിശുദ്ധ അൽഫോൻസാമേ, തിരുക്കുടുംബമേ, തിരൂരുപള്ളിയുടെ വക കൊള്ളഞ്ഞൂര്, കൊട്ടേക്കാട്, പാവുണ്ണി, അന്നമ്മ മകൻ റോബിൻ. ഈ പള്ളിയുടെ വക ചാലിശ്ശേരി ജോൺസൺ, എൽസി മകൾ സിയ.
മച്ചൊരു എളുപ്പമുണ്ട് കേട്ടോ ചേർന്നു നിങ്ങളുടെ ഗ്രാൻഡ് പൈനെ വിളിച്ചോളാം Thank you.